എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഷുഗർ പെണ്ണ് അവളാണെങ്കിൽ ഇപ്പോ വയറൊക്കെ തുപ്പുന്ന ഉസോപ്പിനെ കണ്ട് പേടിച്ച് ഫ്ലാറ്റ് ആവുകയാണ്. ആ വില്ലനാണെങ്കിൽ നിലവിളിച്ച് പറയും, ഷുഗർ ഒരു കാരണവശാലും നീ അൺകോൺഷ്യസ് ആവാൻ പാടില്ല. അങ്ങനെ നീ അൺകോൺഷ്യസ് ആയ ഇത്രയും കാലവും നമ്മൾ കഷ്ടപ്പെട്ട് ടോയ്സ് ആക്കി മാറ്റിയവരെല്ലാവരും വീണ്ടും ബാക്ക് ടു നോർമൽ ആവും. നമുക്കവരെ പിന്നെ പിടിച്ചു നിർത്താനാവില്ല. വലിയൊരു യുദ്ധം അത് നടക്കും. പക്ഷേ അവനത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും അവള് ബോധം കെട്ട് അങ്ങനെ താഴേക്ക് വീഴാണ്. ട്രബോൾ ആണെങ്കിൽ അത് കണ്ട് നോ എന്ന് പറഞ്ഞ് അലറും. ആ അലർച്ച കേട്ട് ഉസോപ്പിന്റെ കാറ്റ് പോവും. പക്ഷെ എന്താ ഇവിടെ റോബിനാണെങ്കിൽ ഞൊടിയിടയിൽ പഴയതുപോലെ ആവുകയാണ്. അവളുടെ തൊട്ടു പിന്നാലെ ഓരോരുത്തരായിട്ട് പഴയതുപോലെ അവരുടെ ഹ്യൂമൻ ഫേസിലേക്ക് ഇപ്പൊ തിരികെ വരും. അവിടെ ഉണ്ടായിരുന്ന വില്ലൻ സോൾജേഴ്സ് അവരാണെങ്കിൽ പേടിച്ച് ചറപറ ഓടുകയാണ്. കാരണം ഇത്രയും നാളും ടോയ്സ് ആണെന്ന് കണ്ടും കേട്ടും വിശ്വസിച്ചും അടിച്ചമർത്തിയവരെല്ലാവരും ഇപ്പൊ പഴയതുപോലെ നോർമൽ ആയിരിക്കുകയാണ്. അതും അവരെ കഴിഞ്ഞും സ്ട്രോങ്ങും സ്ട്രെങ്തും ആയിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാര് അവര് പേടിച്ചോടും. അതിനവരാണെങ്കിൽ ആ വില്ലന്മാരെ വിടാതെ പിടിച്ച് അങ്ങനെ അറഞ്ചം പുറഞ്ചം തല്ലി തല്ലി കൊല്ലും. വർഷങ്ങളായിട്ട് ടോയ്സ് ആയിരുന്നവർക്കെല്ലാം സന്തോഷവും വിഷമവും സങ്കടവും ഒക്കെ തന്നെ തോന്നും. കാരണം അവർ ഇത്രയും കാലവും വലിയൊരു അടിമത്തത്തിലായിരുന്നു. ഇപ്പോഴാണ് അവർ അടിമത്തത്തിന്റെ ചെങ്ങലയൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് വന്നത്. ലിയോയും അവന്റെ ഫ്രണ്ട്സും ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ എടുത്ത് ചാടുകയാണ്. അതേസമയം ട്രബോള് ആ ഷുഗറിനെ അവളെ കയ്യിലെടുത്ത് തട്ടിയും കുലുക്കിയൊക്കെ നോക്കും. ഷുഗർ പ്ലീസ് കണ്ണു തുറക്ക്, നീ ഇത് കാണുന്നില്ലേ ഇവിടെ എന്താ സംഭവിക്കണേന്ന്? ഇനിയും നീ കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഇവരെല്ലാവരും കോൺഷ്യസ് ആയി മാറി അവരുടെ പഴയ രൂപത്തിലേക്ക് വന്ന് നമ്മളെ തകർക്കുമെന്ന് പറയും. അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അവൾക്ക് ബോധം മാത്രം തിരികെ കിട്ടില്ല. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കയെ ചുറ്റി വളഞ്ഞു നിന്ന ഇപ്പൊ വീണ്ടും നോർമലായി മാറുന്നത് കണ്ട് അങ്ങനെ ഷോക്കാവും. ട്രബോൾ ആണെങ്കിൽ ഉടനെ ഇപ്പൊ ഡോഫ്ലമിനെ കോണ്ടാക്ട് ചെയ്യും. ബോസ്, നമ്മുടെ എല്ലാ പ്ലാനും തകർന്നു. ആ ഷുഗർ പെണ്ണ് അവളുടെ ബോധം പോയി അവൾ താഴെ വീണിരിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും അവളെ എനിക്ക് ഉണർത്താനായിട്ട് കഴിയുന്നില്ല. അത്രയും നേരവും 32 പല്ലും കാണിച്ച് എളിച്ചുകൊണ്ടിരുന്ന ഡോഫ്ലമിംഗോയുടെ ആ ഒരു ചിരി അതവിടെ മങ്ങും. നീ എന്താ ഈ പറയണേ? സത്യാണോ? നീ എന്നെ കളിപ്പിക്കാൻ പറയാണോ എന്നൊക്കെ ഡോഫ്ലമിംഗ് അവനോട് ചോദിക്കും. ഇവിടെ ലൂഫിയും വയലറ്റും അത് കേട്ട് വണ്ടർ അടിക്കും. അവളുടെ കാറ്റ് പോയാൽ തീർച്ചയായിട്ടും ടോയ്സുകളെല്ലാം തന്നെ നോർമലാവും. ലൂഫി ആണെങ്കിൽ വയലറ്റിനോട് പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഉസോപ്പ് ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. അവനും എന്നെ പോലെ ഭയങ്കര ബുദ്ധിയും ശക്തിയൊക്കെ ഉണ്ടെന്ന് പറയും. അതേസമയം മെയിൻ വില്ലൻ അവനിപ്പോ ഡോഫ്ലമിംഗോയ്ക്ക് മത്സരം നടക്കുന്ന ആ ഹോള് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന അത്രയും ടോയ്സ് അവറ്റകളെല്ലാം നോർമലായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല അവർക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയ മെമ്മറിയും തിരികെ കിട്ടിയിരിക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ മൈക്കിലൂടെ വിളിച്ചു പറയും, ഇവിടെ നടക്കുന്ന ഒന്നും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ടോയ്സുകളെല്ലാം നോർമൽ ആവുകയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ടോയ്സുകൾ ആനിമൽസ് ആവുകയാണ്. ആക്ച്വലി ആനിമൽസിനെയും അവർ ടോയ്സ് ആക്കി മാറ്റിയിരുന്നു. 10 വർഷം നീണ്ട 10 വർഷമായിട്ട് ഡോഫ്ലമിംഗോയും അവന്റെ അസിസ്റ്റൻസും ചേർന്ന് ഉണ്ടാക്കിയതെല്ലാം ഇപ്പൊ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഓരോ ഭാഗത്തു നിന്ന് കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ എല്ലാ ഭാഗത്തും ആൾക്കാരെല്ലാവരും നോർമലായി മാറും. മൃഗങ്ങള്, സോൾജിയേഴ്സ്, വലിയ ചീഫുകള്, പൈററ്റ്സ് എന്നിങ്ങനെ ടോയ്സ് എല്ലാവരും മനുഷ്യരാവുകയാണ്. പല പല കുടുംബങ്ങള് ഇപ്പൊ പഴയതുപോലെ ഒന്നു ചേരുകയാണ്. ഇവിടെ ലിയോയും ലിറ്റിൽ പീപ്പിളും റോബിനും അവർ ഉസോപ്പിനെ ചേർത്ത് പിടിക്കും. ഹീറോ ആയിരുന്ന നമ്മുടെ ഉസോപ്പ് ഒറ്റ അടിക്ക് ഇപ്പൊ ഹൈപ്പിൽ ഹീറോ ആയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ചെക്കനാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. ആ സ്പൈസി ഫ്രൂട്ട് അതിപ്പോ അവനെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ കണ്ണു തുറന്ന് അവരോട് പറയും, എന്റെ കാറ്റ് പോയിട്ടില്ല, പ്ലീസ് എത്രയും വേഗം എന്നെ ചുമന്നുകൊണ്ട് പോയി എനിക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് താ. ഇനി ബാക്കിയുള്ള കാര്യം അതെന്റെ ഫ്രണ്ട്സ് നോക്കിക്കോളെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവന്റെ കണ്ണടയ്ക്കും. അതേസമയം ടോയ് ആക്കി മാറ്റിയ ആനിമൽസ് അവറ്റകളാണെങ്കിൽ ആ സോൾജേഴ്സിനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ പേടിച്ചോടി വരുമ്പോഴായിരിക്കും നേരത്തെ നമ്മൾ കണ്ട പട്ടിക്കുട്ടി ആളിപ്പോ ഹ്യൂമനായി മാറിയിരിക്കുന്നത് കാണുക. ആളാണെങ്കിൽ ആനിമൽസിനൊക്കെ കണ്ട് പേടിച്ച് ആളുടെ ഫാമിലി ആയിട്ട് ഉഷാറായിട്ട് ഓടും. അപ്പോഴായിരിക്കും അവനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ ഡോഫ്ലമിംഗോയുടെ ഒരു സോൾജിയറിനെ കാണാം. ആ സോൾജിയർ ആണെങ്കിൽ അവൻ ഡോഗായിരിക്കുന്ന സമയത്ത് ചാട്ട വെച്ച് അടിച്ച് ഒരുപാട് തവണ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ അവനെ അച്ചറം പൊച്ചറം ഇടിക്കും. അവൻ മാത്രമല്ല പൈററ്റ്സുകളെ ഒക്കെ തന്നെ അവര് ആക്കി മാറ്റി ഒരുപാട് കഷ്ടപ്പെടുത്തിയിരുന്നു. അവരും ഇപ്പോ അവർക്ക് നേരെ തിരികെയാണ്. മാത്രമല്ല ഇപ്പൊ തിരികെ വന്നിരിക്കുന്നവരുടെ ലൈഫും അതും കുറെ സ്ട്രേഞ്ച് ആയി മാറിയിരിക്കുകയാണ്. അവരുടെ വീടുകളിലേക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ പുതിയ ചില അതിഥികൾ കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെയും കുറെ പ്രശ്നങ്ങൾ.
ടോയ്സായി മാറി ഇപ്പൊ നോർമൽ ആയവർക്ക് എല്ലാവരുടെയും ഒരേ ഒരു ലക്ഷ്യം ഡോഫ്ലമിംഗോയെ കൊല്ലണം, അവനെ തകർക്കണം എന്നത് മാത്രമാണ്. പക്ഷെ അവിടെ അപ്പോഴും നോർമലായിട്ട് ഉണ്ടായിരുന്നവർക്ക് മാത്രം എന്താ സംഭവിച്ചെന്നോ എന്താ സംഭവിക്കണമെന്നോ മനസ്സിലാവില്ല. അതിനവർ പറഞ്ഞു കൊടുക്കും. ഇതിനെല്ലാം കാരണം ആ ഡോഫ്ലമിംഗോ ആണ്. അവനൊരു രക്ഷകനെ പോലെ ഇവിടേക്ക് വന്ന് നമ്മളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു. അവനൊരു കാരണവശാലും ഇനി ഈ രാജ്യത്ത് ഇരിക്കാൻ പാടില്ല, ജീവനോടുകൂടെ അവൻ ഇവിടം വിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഡോഫ്ലമിംഗോയ്ക്കെതിരായിട്ട് തിരികെയാണ്. ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ അത്ഭുതപ്പെടും. ഇവിടെ വലിയൊരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അതിന്റെ സിവിയറിറ്റി അത് ഇത്രയും വലുതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ആള് മുകളിലേക്ക് നോക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ട്രേഡ് പോർട്ട് കാണിക്കും. നമ്മുടെ അപ്പാപ്പനും കപ്പട മീശക്കാരനും ചുന്ദരം പൈറട്ടും അങ്ങനെ മത്സരിക്കാനെത്തിയ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാവരെയും അവർ ടോയാക്കി മാറ്റിയിരുന്നു. മാത്രമല്ല അവർ ഒരുപാട് ഉപദ്രവിച്ചു. അവരെ ചീറ്റ് ചെയ്തതിനും ഇതുപോലൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിനും എല്ലാം അവരിപ്പോ പകരം വീട്ടുകയാണ്. ഇതിൽ കാണുന്നവരെയും കയ്യിൽ കിട്ടുന്നവരെ ആയിട്ടുള്ള എല്ലാവരെയും അവര് അടിച്ച് ഏഞ്ച പരുവാക്കും. ജനങ്ങളെല്ലാവരും ഇപ്പൊ ഡോഫ്ലമിംഗോയ്ക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞു. അവനാണെങ്കിൽ രണ്ട് ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. ഒന്ന്, വീണ്ടും അവരെ എല്ലാവരെയും ടോയ്സ് ആക്കി മാറ്റുക. പക്ഷേ അതത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ അവരെ എല്ലാവരെയും കൊല്ലുക. അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവന് ഡെസ്റോസയിൽ ജീവിക്കാനായിട്ട് കഴിയില്ല. അവനെ ഓൺ ദ സ്പോട്ട് നേവിക്കാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഡോഫ്ലമിംഗോ അവനങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ആ ഷുഗർ പെണ്ണ് അവൾ ഒറ്റൊരുത്തി കാരണമാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇവിടെ കൈറോസിന്റെ ഫാമിലീസ് കാണിക്കും. അവർക്കെല്ലാവർക്കും ഇപ്പൊ പഴയ ഓർമ്മ തിരെ കിട്ടുകയാണ്. അവരുടെ ഫാമിലി സോങ് ഒക്കെ അവരുടെ മനസ്സിലൂടെ കടന്നു പോകും. ഇവിടെ ട്രഫാൽഗറിലോയ്ക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം. കിങ്ങിനാണെങ്കിൽ ഇപ്പോഴായിരിക്കും മനസ്സിലാവുക കൈറോസ് അവനായിരുന്നു ആ ടോയ് സോൾജിയർന്ന്. ഓരോരുത്തരുടെയും മനസ്സിലേക്ക് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ അതൊന്നൊന്നായിട്ട് വരികയാണ്. റബേക്കയ്ക്ക്, വയലറ്റിന്, കിങ്ങിന്, എന്തിന് നമ്മുടെ ടോയ് സോൾജിയറിന് പോലും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് നമ്മുടെ ടോയ് സോൾജിയറിനെ കാണിക്കും. ആളിപ്പോ പഴയ കൈറോസായി മാറിയിരിക്കുകയാണ്. പക്ഷെ എന്താ, അവൻ ഇപ്പോഴും ഒറ്റ കാലേ ഉള്ളൂ. അവൻ സ്ക്വാഡ് എടുത്ത് ഡോഫ്ലമിംഗോയ്ക്ക് നേരെ ചാടി വരും. ലൂഫി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇപ്പോ വയലറ്റിനോട് ചോദിക്കും, ഇവിടെ ഉണ്ടായിരുന്ന ആ ടോയ് സോൾജിയർ അവനെവിടെ? അതിന് വയലറ്റ് ചൂണ്ടി കാണിച്ചു കൊടുക്കും. ആ പോകുന്ന ആള് അതാണ് ടോയ് സോൾജിയർ. ഇവിടെ ഉണ്ടായിരുന്ന ടോയ്സ് ഒന്നും റിയൽ ടോയ്സ് അല്ല. ആ ഡോഫ്ലമിംഗോ അവന്റെ അസിസ്റ്റൻസിനെ വെച്ച് ടോയ്സ് ആക്കി മാറ്റിയതാണ്. അവർക്കെല്ലാവർക്കും ഇപ്പൊ അവരുടെ പഴയ ലൈഫും രൂപവും തിരികെ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിൽ വെച്ച് ഏറ്റവും പവർഫുൾ ഗ്ലാഡിയേറ്റർ, സാക്ഷാൽ കൈറോസ്. ഇദ്ദേഹത്തോട് എല്ലാവർക്കും ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇനി ഡോഫ്ലമിംഗോ അവനിവിടെ ഭരിക്കില്ല. അതുമാത്രമല്ല, ഇദ്ദേഹമാണ് റബേക്കയുടെ പപ്പ. അതുകൊണ്ടാണ് ഇത്രയും കാലവും അവളുടെ കൂടെ നിന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്തത്. അവൾ ആ സ്റ്റോറി പറയുന്ന സമയം ഇവിടെ കൈറോസ് അവൻ ചാടി വന്ന് അവന്റെ കഴുത്തിലൊരൊറ്റ വെട്ട്. ആ ഒരു വെട്ടില് അവന്റെ കഴുത്ത് അതങ്ങനെ തെറിച്ചു പോവാണ്. റിയൽ ഡെസ്റോസ അത് ഞാൻ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞ് കൈറോസ് അവൻ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.